അസ്സലാമു അലൈക്കും. ജുലൈബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ കറുത്തൊരു സ്വഹാബിയായിരുന്നു. സമൂഹം പലപ്പോഴും വൈരൂപ്യമുള്ള ആൾ, വിരൂപനാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചില കാഴ്ചപ്പാടുകളുണ്ട്. അതൊക്കെ ഉള്ള ആളായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ചിലരൊക്കെ അയ്യേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും സംസ്കാരം കൊണ്ടും വിശ്വാസം കൊണ്ടും അദ്ദേഹം വളരെ ഉന്നതനായിരുന്നു. എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയായിരുന്നു കൂട്ട്. അവിടെ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആരാധനയിൽ മുഴുകി ഇങ്ങനെ നല്ല സ്വഭാവത്തോടു കൂടെയുള്ള ഇദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അല്ല ജുലൈബീബ്, ഇങ്ങനെ പോയാൽ മതിയോ? ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും വില നൽകാത്ത എനിക്ക് ആരാണ് കല്യാണം കഴിപ്പിച്ചു തരിക? ആരാണ് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുക എന്ന്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരാണ് തയ്യാറുള്ളത്. നല്ല സ്വഭാവമാണ്, സംസ്കാരമാണ്, എല്ലാമാണ്, കാണാൻ ഇങ്ങനെയാണുള്ളത്, ആർക്കാണ് പറ്റുക? ഒരു മഹദി തയ്യാറായി. വെളുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി. അവരുടെ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ദരിദ്രനുമാണ്. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല ഇദ്ദേഹം വളരെ നല്ല സ്വഭാവത്തിനും വിശ്വാസത്തിനും ഉടമസ്ഥനുമാണ്. അതുകൊണ്ട് ഞാനതിന് തയ്യാറാണ്. അപ്പോൾ പലപ്പോഴും ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. ആരെ കല്യാണം കഴിക്കണം, സൗന്ദര്യം ഒക്കെ നമുക്ക് നോക്കാവുന്നതൊക്കെയാണ്. പക്ഷേ ഇവിടെയുള്ള വലിയൊരു പ്രധാനപ്പെട്ടൊരു പാഠം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു മുതൽക്കൂട്ടുള്ള ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ഒരു പാഠം എന്നതിലുപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരഞ്ഞെടുക്കാം. അതിലെന്തായാലും ഹൈറേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആവണമെന്നുള്ളത്, പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഞാനത് തിരഞ്ഞെടുക്കുന്നു എന്ന ഒരു വിശ്വാസത്തിൻ്റെ, ഒരു ആർജവത്തിൻ്റെ നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ യുവതിയിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അത് തന്നെ. ആ സ്വഹാബത്തിൻ്റെ ആ മാതൃകയാണ് വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നത്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറ മിൻ അംരിഹിം ومن يعص الله ورسوله فقد ضل ضلالا مبينا. അള്ളാഹു റസൂൽ ഒരു കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞാൽ പിന്നീട് ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ തൻ്റേതായൊരു ചോയ്സ്, തൻ്റേതായ അതങ്ങനെ വേണ്ട ഇങ്ങനെ വേണമെന്ന് പറയാനുള്ളൊരു കാര്യം, അങ്ങനെ ഒരു അവകാശമില്ല. അള്ളാഹുവിനെയും റസൂലിനെയും ആരാണോ ധിക്കരിക്കുന്നത് അവർ വ്യക്തമായി വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നും കൂടെ ഈ ആയത്തിൽ ബാക്കിയായി പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു സ്വഹാബത്തിൻ്റെ ഒരു ജീവിതത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ചരിത്രം പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അള്ളാഹുവും റസൂലും പറഞ്ഞു വെച്ചത് കണ്ടാൽ അത് നമ്മൾ ചൂസ് ചെയ്യോ ഇല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളും ആലോചിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.